കാറ്റത്തേക്കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ദിവ്യയും സിദ്ധാർത്ഥും കൂടി നിധിക്ക് ഒരു പ്രാങ്ക് ചെയ്യാൻ വേണ്ടി അവരുടെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ച് നല്ല ഉഷാറായിട്ട് തന്നെ ആഘോഷിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് യാത്രയായപ്പോഴേക്കും നീതു അവളുടെ കാമുകൻ ഹരീഷിനെ വിളിച്ചിട്ട് അവരുടെ ഭാവിയെക്കുറിച്ചും ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. നമുക്ക് കുട്ടികളൊന്നും വേണ്ട ഹരീഷേ, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും കുട്ടി വൈബല്ല, പട്ടി വൈബാണ് കൂടുതൽ ഇഷ്ടം, അവൾ പറഞ്ഞു. മാത്രമല്ല ഇവറ്റുകളെ എങ്ങോട്ടേക്ക് വേണമെങ്കിലും കൂടെ കൊണ്ടു നടക്കണമല്ലോ, അതൊരു റിസ്ക് ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നീതു ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഹരീഷിന് നല്ല ചിരി വരുന്നുണ്ട്. പ്രഗ്നന്റ് ആവുന്നത് തൊട്ട് കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നത് വരെയുള്ള എല്ലാ റിസ്കുകളെ കുറിച്ചും നീതു ഇങ്ങനെ എണ്ണി പറയാണ്. ഇതൊക്കെ കേട്ട് ഹരീഷ് അപ്പുറത്ത് കിടന്നിങ്ങനെ ചിരിക്കുവാണ്. ഇപ്പുറത്ത് നീതുവിന്റെ റൂമിന്റെ ഡോറിനരികിൽ അഖിൽ ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കുട്ടികളൊന്നും വേണ്ട, പട്ടി വൈബുമായിട്ട് ജോളിയുമായിട്ട് അങ്ങോട്ട് ജീവിക്കാമെന്നൊക്കെ ഇങ്ങനെ നീതു പറയുന്നത് കേട്ടപ്പോൾ അഖിലിന് വല്ലാത്ത ദേഷ്യം വന്നു. അവൻ നേരെ അകത്തേക്കങ്ങ് കയറി വന്ന് അവളെ ഒറ്റ ചവിട്ടങ്ങ് കൊടുത്തു. ഫോണിലൂടെ അവളുടെ നിലവിളി കേട്ട് ഹരീഷ് പരിഭ്രമത്തോടുകൂടെ ഹലോ ഹലോ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും നീതു പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അഖിലിനോട് ചൂടാവാൻ തുടങ്ങി. എൻ്റെ റൂമിലേക്ക് ചേട്ടൻ എന്തിനാ ഇങ്ങനെ ഇടിച്ചു കയറി വന്നത്? പുറത്തു പോയെന്ന് അവൾ ദേഷ്യപ്പെട്ടപ്പോൾ നിനക്ക് നാണമില്ലടി ഇങ്ങനെ വൃത്തികെട്ട രീതിയിലൊക്കെ ഓരോന്ന് സംസാരിക്കാരെന്ന് അഖിലു തിരിച്ചു ചോദിച്ചു. ഞാൻ എന്ത് വൃത്തികേടാ പറഞ്ഞത്? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിച്ചതല്ലേ. ഇയാളൊന്ന് പുറത്തു പോയെന്നൊക്കെ പറഞ്ഞ് നീതു അവനെ റൂമിൽ നിന്ന് തള്ളി പുറത്താക്കാൻ നോക്കി. എന്നിട്ട് ഡോർ അടച്ചു. വീണ്ടും അവൾ കോളെടുത്തിട്ട് സോറി ഹരീഷേ എന്ന് പറഞ്ഞു തുടങ്ങി. നീ എവിടെ പോവുമായിരുന്നു എന്ന് ഹരീഷ് ചോദിച്ചപ്പോൾ എൻ്റെ ചേട്ടൻ എന്നെ ചോദ്യം ചെയ്യാൻ വന്നതാ എന്ന് പറഞ്ഞു അവള്. അപ്പോൾ അവനെല്ലാം കേട്ടോ എന്ന് ഹരീഷ് ചോദിച്ചതിന് അവനോട് പോയി പണി നോക്കാൻ പറ. ലവിനെ കുറിച്ച് ആ തെമ്മാടിക്ക് ഒന്നും അറിയില്ലല്ലോ. ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ വീണ്ടും പഴയ സ്നേഹത്തോടു കൂടി തന്നെ അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഇതേ സമയം അഖിൽ നേരെ പോയി അമ്മയോട് ദേഷ്യപ്പെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൾ ഇപ്പോഴും ആ ഹരീഷിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ. അവൻ പറഞ്ഞു. എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് അമ്മയും പറഞ്ഞു. അവൾ അവനെ വിളിച്ച് കുട്ടികളൊന്നും വേണ്ട, ജോലിയായിട്ട് ജീവിക്കാമെന്നൊക്കെ പറയാൻ നാണമില്ലാത്തവൾ സംസാരിക്കുന്നത് കേട്ടിട്ട് ഞാൻ ചോദിക്കാൻ ചെന്നപ്പോഴേക്കും അവൾ എന്നെ പുറത്താക്കി വാതിലടച്ചു എന്നൊക്കെ അവൻ പറഞ്ഞു. അവൾ ഇനിയും ഡോറടച്ച് അകത്തിരുന്ന് സംസാരിക്കാണോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, അമ്മ പോയി ചോദിക്കുകയെന്ന് അഖിൽ പറഞ്ഞു. അമ്മ നേരെ അവളുടെ ഡോറിൻ്റെ അടുത്തേക്ക് വന്ന് കതക് തുറക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ശരി ഹരീഷേ, ഇവിടെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, ഞാൻ പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്യാണ്. കതക് തുറക്കുന്നുണ്ടോ ഇല്ലയോ അമ്മ വീണ്ടും ചോദിച്ചപ്പോൾ അവൾ കതക് തുറന്നിട്ട് ദേഷ്യത്തിൽ അങ്ങ് ചോദിച്ചു. നിങ്ങൾക്ക് എന്താ കാര്യം, എന്തിനെങ്ങനെ ഡോറിൽ നിന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന്? ആ ഹരീഷിനെ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് നീ അവനെ വിളിച്ചിട്ട് കുട്ടികളെ പറ്റിയൊക്കെ സംസാരിക്കുന്നോ? അമ്മ ചോദിച്ചു. അവൾ അഖിലിനെ നോക്കിയിട്ട് ഇവൻ വന്ന് പറഞ്ഞോ എന്ന് ചോദിക്കും. നീ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ പറയാൻ പോകുകയാണോ എന്ന് അഖിലും ചോദിച്ചപ്പോൾ ഞാൻ ഹരീഷിനെ കല്യാണം കഴിക്കാൻ പോവാണ്, അവനെ വിളിച്ച് ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ പറ്റി പറയുന്നതിൽ എന്താ തെറ്റ്? അവൾ തിരിച്ചു ചോദിച്ചു. ഇത്രയ്ക്ക് വിവരമില്ലേടി നിനക്ക്? അവനെ കാണാനോ സംസാരിക്കാനോ പാടില്ല എന്ന് ഞങ്ങൾ പല തവണ പറഞ്ഞിട്ടും നിന്റെ തലയിൽ അതെന്താ അതൊന്നും കയറുന്നില്ലേ? അമ്മ ദേഷ്യപ്പെട്ടു. ഞാൻ കേൾക്കില്ല എന്ന് അറിഞ്ഞൂടെ, പിന്നെ എന്തിനാ വെറുതെ എന്നോട് ഇങ്ങനെ വഴക്കിടാൻ വരുന്നത് എന്ന് അവളും തിരിച്ചു ചോദിക്കാണ്. അമ്മേ, ഇവളോടൊന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല, ഇവൾ എത്ര ധൈര്യത്തിലായി സംസാരിക്കുന്നത് കണ്ടില്ലേ? അഖിൽ പറഞ്ഞു. അതേടാ, ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കും, നീ എന്ത് ചെയ്യും? അവൾ തിരിച്ചും ചോദിക്കാണ്. അഖിലിനപ്പോൾ വല്ലാത്ത ദേഷ്യം വന്നിട്ട് ഇവളോടായിട്ട് പറയുന്നുണ്ട്. ഇവളോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല, രണ്ടെണ്ണം അങ്ങോട്ടേക്ക് പൊട്ടിക്കമ്മയെന്ന് പറയും. നിനക്ക് അവനെ കല്യാണം കഴിക്കണം, കുട്ടികൾ ഉണ്ടാവണം അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അഖിൽ അവളെ അടിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവളും അവനെങ്ങ് തിരിച്ചു തല്ലാൻ തുടങ്ങി. അമ്മ അവളെ പിടിച്ചു മാറ്റിയിട്ട് ചോദിച്ചു. അവൻ നിന്റെ ചേട്ടനില്ലേടി, അവൻ തല്ലിയ നീ തിരിച്ചു തല്ലുമോ എന്ന്? അന്നേരം അവളും വിട്ടുകൊടുത്തില്ല. അവൻ എന്നെ അടിച്ചപ്പോൾ പിന്നെ നിങ്ങൾ ചോദിച്ചോ? അനിയത്തി അടിച്ചപ്പോൾ മാത്രം നിങ്ങൾക്ക് എന്താ ചോദിക്കാൻ വന്നത് എന്ന് അവളും ചോദിച്ചു. അമ്മക്ക് ദേഷ്യം വന്ന് ചൂലെടുത്ത് അവളെ പൊതിരങ്ങ് തല്ലാൻ തുടങ്ങി. അവൾ അമ്മയുടെ കയ്യിൽ നിന്നും ആ ഒരു ചൂലങ്ങ് തട്ടി മാറ്റിയിട്ട് റൂമിന്റെ കയറിയിട്ട് അങ്ങ് ഡോറടച്ചു. സങ്കടത്തോടുകൂടെ അവൾ നേരെ കട്ടിലേക്ക് ചെന്നിരുന്നപ്പോൾ അഖിൽ പുറത്തുനിന്ന് വാതിൽ തുറക്കടി എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നുണ്ടെങ്കിലും അവൾ ദേഷ്യത്തോടു കൂടെ തന്നെ അവിടെ തന്നെ ഇരുന്നു. പിന്നീട് അടുത്ത ദിവസം ഒരു ഗ്രൗണ്ടിൽ സുധീഷ് നിധിയുടെ ലൈസൻസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. അവൻ കോണുകളൊക്കെ സെറ്റ് ചെയ്ത് നിന്നത് നോക്കി നിന്ന് സ്കൂട്ടിൽ ഇരിക്കുകയായിരുന്നു നിധി. നിങ്ങളെപ്പോലെ ഒരു ഫ്രോഡിനെ ഞാൻ എന്തിനു ലവ് ചെയ്യണമെന്നൊക്കെ ദേഷ്യപ്പെട്ടത് ഒക്കെ ഓർത്തുകൊണ്ട് തന്നെ അവനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരിക്കും നിധി. പ്രാക്ടീസിനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് സുധീഷ് വന്നിട്ട് നിധിയോട് പറഞ്ഞു. നിധി, ഇതുപോലൊരു ഗ്രൗണ്ടിലായിരിക്കും RTO ടെസ്റ്റ് നടത്തുക, പക്ഷേ അവിടെ നിറയെ ആളുകളുണ്ടാവും, അതുകൊണ്ട് നന്നായി തന്നെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണമെന്ന് പറയും. ആദ്യം സ്ട്രൈറ്റ് ആയിട്ട് ഓടിക്കാൻ പറയും, പിന്നെയാണ് എട്ടിടാൻ പറയുന്നത്. ഇപ്പോൾ നിധി എട്ടിടാനൊന്ന് പ്രാക്ടീസ് ചെയ്യുമെന്ന് അവൻ പറഞ്ഞു. കോണുകൾക്കിടയിലൂടെ എട്ടിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സുധീഷ് പറഞ്ഞപ്പോൾ നിധി കുറച്ച് ടെൻഷനോട് കൂടെ വണ്ടി എടുത്തു. ഇടയ്ക്ക് അവൾ കാല് നിലത്ത് കുത്തിയപ്പോൾ സുധീഷ് വിളിച്ചു പറഞ്ഞു, കാല് നിലത്ത് കുത്തരുത് എന്ന്, ബാലൻസ് ചെയ്ത് ഓടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾ ആ ഒരു ടെൻഷനോട് കൂടെ വണ്ടി ഓടിച്ച് അവൻ്റെ അടുത്തേക്ക് വന്നു.
നിധിക്ക് പേടിയുണ്ട്, ഒന്ന് റിലാക്സ് ആയിട്ട് ഓടിക്ക്, ബ്രേക്കും സ്പീഡും മാത്രം കറക്റ്റായാൽ മതി എന്ന് സുധീഷ് പറഞ്ഞു കൊടുത്തു. RTO ഒക്കെ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞില്ലേ, അതാ എനിക്കൊരു പേടി വന്നത് എന്ന് അവൾ പറഞ്ഞപ്പോൾ ധൈര്യമായിട്ട് ഓടിച്ചാൽ മതി. എത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കുന്നു എന്നത് നോക്കിയിട്ടാണ് അവർ പാസ്സാക്കുക. അവൾക്ക് ധൈര്യം പകർന്നു കൊടുത്തു. രണ്ടാമത്തെ തവണയും അവൾ കാലുകുത്തിയപ്പോൾ അവൻ വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവസാനം ശരിയാവാതെ വന്നപ്പോൾ സുധീഷ് വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ടും ശരിയാവാതെ വന്നപ്പോൾ അവൻ അവളുടെ പുറകിൽ കയറിയിരുന്നിട്ടും പിന്നീട് വണ്ടി പുറകിൽ നിന്നും പിടിച്ചിട്ട് ഓടിച്ചിട്ടൊക്കെ അവൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. വണ്ടി നിർത്തി അവൾ ആകെ തളർന്നിരിക്കുമ്പോൾ സുധീഷ് വെള്ളം എടുത്തു കൊടുത്തു. അവൻ ടെൻഷനിൽ നിൽക്കുന്നത് കണ്ട് നിധി അവനോട് സോറി പറഞ്ഞു. നാളെ ടെസ്റ്റ് ഉള്ളതിന്റെ ടെൻഷനാ നിധിക്ക്, അതാ കയ്യിൽ നിന്ന് പോകുന്നത് എന്ന് അവൻ ആശ്വസിപ്പിച്ചു. നന്നായി ഓടിച്ചില്ലെങ്കിൽ ലൈസൻസ് കിട്ടില്ലല്ലോ എന്ന് അവൾ ചോദിച്ചപ്പോൾ ധൈര്യമായിട്ട് ഒരു റൗണ്ട് കൂടി ഓടിച്ചു നോക്കിയെന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളെ വിട്ടു. പ്രാക്ടീസ് കഴിഞ്ഞ് തളർന്ന് അവൾ ഇങ്ങനെ മാറിയിരിക്കുമ്പോൾ അവനും അരികിൽ വന്നിരുന്നു. രണ്ടുപേരും പരസ്പരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ RTO ടെസ്റ്റിന്റെ സമയമായി. നിധിയും സുധീഷും ഊഴം കാത്തു നിൽക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ വണ്ടി ഓടിച്ച് തെറ്റിക്കുന്നത് കണ്ട് RTO അവരെ വല്ലാതെ വഴക്ക് പറഞ്ഞു. ഇതെല്ലാം കണ്ട് നിധിക്ക് ആകെ ടെൻഷനായി. ലൈസൻസ് എടുക്കാൻ വരുന്നതിന് മുൻപ് നന്നായി പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് RTO അവളെ തിരിച്ചയച്ചു. അടുത്ത ആളെ വിളിച്ചപ്പോൾ നിധി സുധീഷിനോട് എനിക്ക് ഭയങ്കര പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞു. അവൻ അവളെ ആശ്വസിപ്പിച്ചു. ഇതൊന്നും കണ്ട് പേടിക്കേണ്ട നിധി, കോൺഫിഡൻ്റ് ആയിട്ട് ഓടിച്ചാൽ മതിയെന്ന് മാത്രം. തോമസ് ഏട്ടനും അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ പേര് വിളിച്ചാൽ ഞാൻ പോയിട്ട് ഡോക്യുമെൻ്റൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് തോമസ് ഏട്ടൻ അവിടെ നിന്നും പോയി. സുധീഷ് അവൾക്ക് വണ്ടി എടുത്തു കൊടുത്തുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കാനും പറഞ്ഞു. നിധി ആകെ പേടിച്ച് വിറച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. RTOയും കൂടെയുള്ളവരൊക്കെ ഓടിക്കാൻ പറഞ്ഞപ്പോൾ നിധി ആകെ കൺഫ്യൂഷനായി. ഇടയ്ക്ക് കാല് കുത്തിയും കുറ്റിയിൽ തട്ടിയിട്ടും വണ്ടി ഓടിക്കാൻ പറ്റാതെ വന്നു. ഇതെന്താ ഇങ്ങനെ ഓടിക്കുന്നത്, വണ്ടി ഓടിക്കാൻ അറിയാത്തവരെയാണ് ലൈസൻസ് എടുക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിച്ച് RTO നിധിയെ എങ്ങനെ റിജക്ട് ചെയ്തു. സുധീഷ് വേഗം വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. എനിക്കിനി ലൈസൻസ് കിട്ടില്ലേ, സോറി സുധീഷ് എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ പോയിട്ട് RTOയോട് സംസാരിക്കാമെന്നും പറഞ്ഞു. നിധി വേണ്ട എന്ന് പറഞ്ഞിട്ടും അവൻ RTOയുടെ അടുത്ത് ചെന്ന് ഒരു ചാൻസ് കൂടി തരണമെന്ന് അപേക്ഷിച്ചു. പെണ്ണുമ്പിള്ളയുടെ വണ്ടി ഓടിക്കാൻ അറിയാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ, ശല്യം ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞ് അവർ ചോദിച്ചിട്ടും സുധീഷ് അവിടെ നിന്നു കെഞ്ചി. അവസാനം എല്ലാവരെയും കഴിഞ്ഞിട്ട് ഓടിച്ചോട്ടെ എന്ന് RTO സമ്മതിച്ചു. സുധീഷ് സന്തോഷത്തോടുകൂടി വന്ന് നിധിയോട് കാര്യം പറഞ്ഞു. നമുക്കൊന്നും കൂടി പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ മാഡം വേറൊരു കുട്ടിയെ വഴക്ക് പറയുന്നത് കേട്ട് നിധി വീണ്ടും പേടിയായിരുന്നു. എനിക്ക് പറ്റില്ല, നമുക്ക് പോവാമെന്ന് അവൾ പറഞ്ഞു. ഇത് വർക്കൗട്ട് ആവില്ല എന്ന് മനസ്സിലാക്കി സുധീഷ് തന്റെ അടുത്ത പ്ലാന് പ്രയോഗിച്ചു. അവൻ അവളെ കുറെ അങ്ങ് വഴക്ക് പറയാൻ തുടങ്ങി. നിനക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കാൻ ആഗ്രഹിച്ചാൽ മാത്രം മതിയോ, അതിനുള്ള കഷ്ടപ്പാട് സഹിക്കേണ്ടേ? വാചകം അടിക്കാൻ മാത്രമല്ലേ നിനക്കറിയുള്ളൂ, ഒരു 2 വീലർ ഓടിക്കാൻ പോലും അറിയില്ലല്ലോ. വലിയ ആർക്കിടെക്റ്റ് ആണത്തെ. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്, അല്ലെങ്കിൽ എന്നും ബസ്സിൽ തന്നെ തിരക്കി പോവേണ്ടി വരും. നീ അങ്ങനെ പോയിക്കോ എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ടപ്പോൾ നിധിക്ക് ശരിക്കും അങ്ങ് ദേഷ്യം വന്നു. മതി, നിർത്ത്, ഞാൻ ഓടിച്ചു തരാം. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അവൾ വണ്ടി വാങ്ങിച്ചിട്ട് അവിടെയും അങ്ങോട്ടോ ഓടിക്കാൻ പോയി. അവസാനം RTO വിളിച്ചപ്പോൾ നിധി വളരെ കോൺഫിഡൻസോടുകൂടി തന്നെ വണ്ടി ഓടിച്ച് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഏറ്റെടുത്ത് അങ്ങ് ആ ഒരു ദൗത്യം അങ്ങ് പാസ്സായി. സുധീഷ് RTOയോട് താങ്ക് യു സർ എന്നൊക്കെ പറഞ്ഞു. നെഗറ്റീവ് മോട്ടിവേഷൻ നന്നായി വർക്കൗട്ട് ആയല്ലോ എന്ന് അവൻ പറഞ്ഞപ്പോഴാണ് നിധിക്ക് കാര്യം മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ എന്നെ കാര്യമായിട്ട് വഴക്ക് പറഞ്ഞതല്ലേ എന്ന് അവൾ ചോദിച്ചപ്പോൾ നീ സ്നേഹത്തോടെ പറഞ്ഞ കേൾക്കില്ലല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിധിക്കും അത് സന്തോഷമായി. അങ്ങനെ രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ നീതു വൈകിട്ട് എഴുന്നേറ്റു. അവൾ മൊബൈലെടുത്ത് ഹരീഷിന് ഗുഡ് മോർണിംഗ് ഒക്കെ മെസ്സേജ് അയച്ചു. റിപ്ലൈ വരാത്തത് കണ്ടപ്പോൾ അവൾ റൂമിൽ നിന്നും പുറത്തിറങ്ങി. അവളെ കണ്ടപ്പോൾ അമ്മ വീണ്ടും ചൂലെടുത്ത് അടിക്കാൻ വന്നു. അച്ഛൻ അവളെ തടഞ്ഞിട്ട് നീതുവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആ ഹരീഷിനെ ഇഷ്ടമല്ല, അത് നീ ഒഴിവാക്കണം. എന്തിനൊഴിവാക്കണമെന്ന് നീതു ചോദിച്ചപ്പോൾ അമ്മ വീണ്ടും വഴക്കിന് വന്നു. നിന്നെ കൊണ്ട് നാണം കെട്ടതിന് നമ്മളൊക്കെ ചത്തു കളയുന്നതാ നല്ലത്, അമ്മ പറഞ്ഞു. നിങ്ങൾ എന്തിനു ചാവണം, എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണ്, ഞാൻ സംസാരിക്കുമെന്ന് നീതു തീർത്തും പറഞ്ഞു. നാട്ടുകാർ ചോദിച്ചാൽ എന്ത് മറുപടി പറയുമെന്ന് അമ്മ ചോദിച്ചപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ അവൾ എൻ്റെ മകളല്ല എന്ന് പറഞ്ഞേക്കെന്ന് നീതു അങ്ങ് ദേഷ്യപ്പെട്ടു. അപ്പോഴാണ് അവളുടെ മൊബൈലിലേക്ക് ഹരീഷിന്റെ കോള് വന്നത്. അവൾ ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അമ്മ ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങിച്ചു. ഇതുള്ളത് കൊണ്ടല്ലേ നീ അവനോടിങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഫോൺ ഒറ്റയിറങ്ങ നിലത്തേക്ക് എറിഞ്ഞങ്ങ് പൊട്ടിച്ചു. അയ്യോ എൻ്റെ ഫോണ്, അമ്മയ്ക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് നീതു സങ്കടത്തോടു കൂടെ ആ പൊട്ടിയ ഫോൺ എടുത്തു. ഫോൺ ഇല്ലെന്ന് കരുതി ഞാൻ സംസാരിക്കില്ലെന്ന് കരുതിയോ? ഞാൻ നേരിട്ട് ചെന്ന് സംസാരിക്കുമെന്ന് അവൾ വെല്ലുവിളിച്ചു. അമ്മ വീണ്ടും അവളെ തല്ലാൻ വന്നപ്പോൾ അച്ഛൻ തടഞ്ഞു. നിങ്ങൾ എന്നെ എത്ര തല്ലിയാലും ഞാൻ ഹരീഷിനെ തന്നെ കാണും, അവനോട് ഞാൻ സംസാരിക്കും, അവനെ തന്നെ ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൂടെ തന്നെ നീതു ഭയങ്കര സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോയിട്ട് അങ്ങ് ഡോറടച്ചു. സങ്കടത്തോടു കൂടെ അവൾ ആ ഒരു പൊട്ടിയ ഫോണിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അച്ഛൻ അമ്മയെ ഒരുപാടധികം വഴക്ക് പറയുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.